ഇവിടെ നോർമൽ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം നമുക്ക് ആദ്യം ബൂന്തി ഉണ്ടാക്കണം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു 300 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഏകദേശം 150 ഗ്രാം അല്ലെങ്കിൽ 150 ml വെള്ളം അതാണ്. എന്നിട്ട് നമുക്ക് അത് ഒഴിച്ചിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഉള്ളോട്ട് ഇട്ടു. അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് ആവശ്യത്തിന്, അതായത് ഹാഫ്, ഏകദേശം ഹാഫ് ആ കടലമാവ് നമ്മൾ എത്ര എടുത്തോ അതിൻ്റെ ഹാഫോളം വെള്ളം നമുക്ക് പകുതി ആദ്യം ഒഴിച്ച് നോക്കാം. എന്നിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നല്ല ഒരുമാതിരി തിക്ക് ബാറ്റർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ കിഴുത്ത സ്പൂൺ ഉണ്ടല്ലോ അതിനകത്തൂടെ ഒഴിച്ച് താഴെ വീഴുന്ന വിധത്തിൽ വേണം. ബൂന്തീസ് സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനകത്തോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണേ. ലഡുവിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ടൈറ്റ് ബാറ്ററാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി അത് ബൂന്തീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നോർമൽ ലഡു ഉണ്ടാക്കാനായിട്ട്, ബൂന്തി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട്, അതായത് ഒരു നൂൽ പരുവത്തിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഷുഗറും വെള്ളവും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഗ്രാമ്പൂ, ആ ഒരു ഫ്ലേവർ ലഡുവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഗ്രാമ്പൂ ഇട്ടിട്ടാണ് ആ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ബൂന്തി ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഒറ്റനൂൽ പരുവം. നമ്മളിങ്ങനെ വേണം നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി. ലഡു ഉണ്ട്. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ആ കിഴുത്ത സ്പൂണിൽ ഓരോ സ്പൂൺ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നോർമൽ ബൂന്തീസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഒരു പ്രാവശ്യം വറുത്തത് ബൂന്തി നമ്മൾ വറുത്തത് സ്ട്രെയിൻ ചെയ്ത് ഒരു ബൗളിലോട്ട് അതിനകത്തോട്ട് ഇടുവാണേ. ഇപ്പോഴത്തെ ഷുഗർ സിറപ്പ് റെഡിയാവുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം. ആയി കഴിഞ്ഞിട്ട് ബൂന്തി എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷുഗർ സിറപ്പ് അതിനകത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം ഒന്ന് തണുത്തിട്ട് നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ബൂന്തി ഉണ്ടാക്കാനുള്ള അടുത്ത സെറ്റും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് റെഡിയായി, ബൂന്തിയും റെഡിയായി. ആ ഷുഗർ സിറപ്പ് ഒന്ന് ചെറിയ ചൂടോടെ വേണം ആ ബൂന്തി വെച്ചേക്കുന്ന ബൗളിനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം അതിങ്ങനെ പിടിച്ചിരിക്കുന്ന പരുവത്രയും ഷുഗർ സിറപ്പ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ പകുതി മുക്കാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം. അതിനകത്തെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുകയാണേ. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കിസ്മിസോ അണ്ടിപ്പരിപ്പോ ആൽമണ്ട്സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനിരുന്നിട്ട് വേണം നമുക്ക് ലഡു പിടിച്ച് ഉരുട്ടി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ലഡു ഒരുമാതിരി ഒന്ന് തണുത്തിട്ടുണ്ട്. ലഡുവിൻ്റെ ഇത് കയ്യിൽ കുറച്ച് വെള്ളം അങ്ങനെ ഒന്ന് പരട്ടിയിട്ട് നമുക്ക് ലഡു ആക്കി എടുക്കാം. അതിനെ പ്രസ് ചെയ്ത് ഓരോന്നും ഉരുട്ടിയെടുക്കാം.